നിങ്ങളൊരു വെജ് ലവറാണോ അല്ലെങ്കിൽ ചിക്കനും ബീഫൊക്കെ കഴിച്ച് മടുത്ത ആളാണോ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്പോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുൽമോഹർ റെസ്റ്റോറൻറ്റിലാട്ടോ. നമ്മുടെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള ആശീർവാദിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഒരു ഗുൽമോഹർ റെസ്റ്റോറൻറ്റ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? വാ. ഇവർ മെനു കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഞാനിവിടുന്ന് ഓർഡർ ചെയ്ത സ്പെഷ്യൽ ഐറ്റംസ് ഒരു സൗത്ത് ഇന്ത്യൻ താലിയും ഒരു മഷ്റൂം കൊണ്ടാട്ടവും പനീർ മുസല്ലവും അടിപൊളി അമൃത്സറി കുൽച്ചയാട്ടോ. ഈ കുൽച്ച ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഒരു തന്തൂറിൽ ചുട്ടെടുക്കുന്ന ഉള്ളിൽ സ്റ്റഫിംഗ് ഒക്കെ ഉള്ള ഒരു അടിപൊളി കുൽച്ച. ഇതിന് കൂടെ ഈ ഒരു മഷ്റൂമിൻ്റെ മസാല, മഷ്റൂം കൊണ്ടാട്ടം അത്യാവശ്യം സ്പൈസി ആയിട്ട് നല്ല അടിപൊളി മസാലയിൽ ഉണ്ടാക്കിയ ഒരു ഐറ്റം കേട്ടോ ഇത് കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വെജ് ലവർ അല്ലാഞ്ഞിട്ട് കൂടി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത ഐറ്റമാണ് ഈ ഒരു പനീർ മുസല്ലം. പനീർ അടിപൊളി മസാലയിൽ സ്റ്റഫ് ചെയ്തുണ്ടാക്കിയ ഒരു ഐറ്റം കേട്ടോ. അതിൻ്റെ കൂടെ അടിപൊളി നൂൽ പൊറോട്ടയും അടിപൊളിയെന്ന് പറയുന്ന വേണം. അടുത്ത ഐറ്റമാണ് ഞാനിവിടുത്തെ മീൽസ് കഴിച്ചു നോക്കിയത്. സൗത്ത് ഇന്ത്യൻ മീൽസും നോർത്ത് ഇന്ത്യൻ മീൽസും ഉണ്ട് കേട്ടോ. സൗത്ത് ഇന്ത്യൻ മീൽസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഓരോ ഐറ്റംസും ഒരു സദ്യ തന്നെ ആയിരുന്നു അത്. അതിൽ ഓരോ ഐറ്റംസും സൂപ്പറായിരുന്നു. പായസത്തിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനേ വയ്യ, അടിപൊളി ഐറ്റം കേട്ടോ. എൻ്റെ തൊട്ടടുത്തുണ്ടായിട്ടും ഇത്രയും നല്ലൊരു ഫുഡ് സ്പോട്ട് ഞാൻ മിസ്സാക്കിയല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് ഈ ഒരു പിസ്താഷ്യോ പുഡിംഗ് ആട്ടോ. സൂപ്പർ പുഡിംഗ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും മിസ് ചെയ്യുക. രാവിലെ 7 മുതൽ രാത്രി 10 വരെ അവൈലബിൾ ആണ്. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എരഞ്ഞിപ്പാലത്ത് നിന്ന് കാരപ്പറമ്പിലേക്ക് വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഹോട്ടലുള്ളത്.